ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ ചെയ്യാറേ ഇല്ല, കുറേയായി യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ഞാൻ റെസിൻ ആർട്ടിൻ്റെ ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പല പല ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായി. മെറ്റീരിയൽസ് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇതുപോലെ ഫ്രീ വർക്ക്ഷോപ്പ് നടത്തിയ സമയത്ത് ആർക്കും മെറ്റീരിയൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിട്ടോ. ക്ലാസ് മാത്രം എടുത്തു കൊടുത്ത് അവരതേപോലെ ക്ലാസ് കേട്ട് പോയി. അവർക്കൊരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഇതിൽ വിചാരിച്ച് ഞാൻ എന്തായാലും റെസിൻ ആർട്ടിൻ്റെ ഓൾ സാധനം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യാം. നമ്മൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഡ്രൈവിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവർ ആവുമോ? ഇല്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ പ്രോപ്പർ ഒരു ഡ്രൈവർ ആവും. ആ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതുപോലെയാണ് റെസിൻ ആർട്ടും. ഏതൊരു ആർട്ടും നമ്മത് കണ്ടതിനെ കൊണ്ട് പഠിക്കില്ല, നമ്മത് ചെയ്തുകൊണ്ടിരുന്നാലേ പഠിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ട വലിയ ഐറ്റംസ് ഒന്നുമല്ല, യൂസ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഞാനതിൽ കൊടുക്കാമെന്ന് കരുതി. ചെറിയ ബഡ്ജറ്റിൽ സാധനങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിന്. അപ്പം ഈ വീഡിയോ അതിനാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പം 2 ഗ്രൂപ്പാക്കിയിട്ടാണ് ഉള്ളത്. ഓൾറെഡി ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കറിയാം, 2 ഗ്രൂപ്പാക്കിയിട്ടുണ്ട്. ഒന്ന് ഫ്രീ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്, അതിൽ എല്ലാവരെയും ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അതിൽ നിന്ന് ആഡ് ചെയ്തതിന് ശേഷം എല്ലാവരുടെ കയ്യിൽ ഐറ്റംസ് ഉണ്ടോ നോക്കും. പിന്നെ ഐറ്റംസ് ഇല്ല ആളെ ഫ്രീ വർക്ക്ഷോപ്പ് എന്ന ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഈ ഗ്രൂപ്പ് നമ്മൾ റിമൂവ് ചെയ്യും. ഇപ്പം ഓൾറെഡി 100 ആൾക്കാർ നമ്മൾ മറ്റേ ഗ്രൂപ്പിലുണ്ടായിന്. 50 ആൾക്കാരെ ക്രോസ് ചെക്ക് ചെയ്ത് ഐറ്റംസ് ഇല്ലാത്ത ആൾ ഫുൾ കിറ്റും വാങ്ങി. പിന്നെ കുറച്ചാളെയും ഐറ്റംസ് ഉണ്ട്, പകുതിയിലേറെ ആൾക്കാരെയും ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഐറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങണമെന്നൊന്നുമല്ല, ഇല്ലാത്ത ആൾ നമ്മുടെ അടുത്ത് തന്നെ വാങ്ങണം. ഞാൻ ഫ്രീ വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്കും ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് കിറ്റ് വാങ്ങിക്കാൻ എനിക്കൊരു യൂസ്ഫുള്ളാണ്. അപ്പം എനിക്ക് ഉപയോഗമായി, നിങ്ങൾക്ക് ഉപയോഗമായി, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പം ചെറിയ കിറ്റാണോ പഠിപ്പിക്കുന്നത്, ആ ഒരു ഡൗട്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം. ചെറിയൊരു കീച്ചയിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് വലിയ വർക്ക് ചെയ്യാം. ആ സമയത്ത് ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങളാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വെയിങ് മെഷീൻ ആയാലും ബ്ലോ ടോർച്ച് ആയാലും അതൊക്കെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കിറ്റ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനടുത്ത് ഞാനൊരു വർക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ വലിയ ആയത്ത് കുർസി ഫ്രെയിം, അതുപോലെ തന്നെ മാഷാ അല്ലാഹ് ബോർഡ്, ഒരാൾക്ക് ഓരോന്ന് ചൂസ് ചെയ്യാം. നമ്മൾ അടുത്ത് തന്നെ അതാ പറഞ്ഞത്, വേഗം സ്പീഡാക്കി കഴിഞ്ഞാൽ ഈ മാസം ലാസ്റ്റ് ക്ലാസ് എടുക്കാം. പക്ഷേ ആരും സ്പീഡാക്കാത്തതുകൊണ്ട് എനിക്ക് ഈ മാസം ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് മെല്ലനെ ചെയ്യാം. അപ്പം ഇതിൽ വാങ്ങുന്ന സാധനമല്ല അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റെസിനെ വാങ്ങേണ്ടി വരും. ഞാനത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. നിങ്ങൾ ഇതിൽ വാങ്ങുന്ന പിഗ്മെൻറ്റ് അടുത്തൊരു വലിയ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പിഗ്മെൻറ്റ് നിങ്ങൾ ഇതിൽ ചൂസ് ചെയ്യാം. ഇപ്പം ഫുൾ കിറ്റ് വാങ്ങുന്ന ആൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ റെസിൻ തീർന്നിട്ടുണ്ടെങ്കിൽ റെസിനും അതുപോലെ തന്നെ അക്രിലിക് കട്ടൗട്ട് MDF നിങ്ങൾക്ക് വാങ്ങേണ്ടി വരും. വെയിങ് മെഷീൻ വാങ്ങേണ്ടി വരില്ല, ബ്ലോ ടോർച്ച് വാങ്ങേണ്ടി വരില്ല, പിഗ്മെൻറ്റ് വാങ്ങേണ്ടി വരില്ല, ഒന്നും വാങ്ങേണ്ടി വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഇതെല്ലാമാണ് കേട്ടോ നിലവിലിപ്പം ഗ്രൂപ്പിൽ ജോയിൻ ആയാലോട് എനിക്ക് പറയാനുള്ളത്. ഫ്രീ വർക്ക്ഷോപ്പ് എന്ന് എഴുതിയിട്ട് സാധനം ഇല്ലാതെ ചുമ്മാ ഞാൻ ക്ലാസ്സിലിരുത്തത്തേ ഇല്ല. നിങ്ങളുടെ അടുത്ത് സാധനം ഉണ്ടാവണം. ഒന്നുകിൽ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ സാധനം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉള്ള സാധനം. റെസിൻ ആർട്ട് യൂസ് ചെയ്ത ആളെ കൈമേ ഉണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള സാധനമാണ് ഞാനിപ്പോൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താ ഫസ്റ്റ് തന്നെ അങ്ങനെ ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എനിക്ക് അങ്ങനെയാണെങ്കിൽ വേറെ തന്നെ ഒരു ക്ലാസ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു കിറ്റ് അതെന്തായാലും വാങ്ങണമെന്ന് പറയും. ഞാൻ ഇതുവരെ ആരുടെ അടുത്തും അതെന്തായാലും വാങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ ആൾക്കാരുടെ ഡൗട്ട് ഓരോന്ന് പറയാം. അതിൻ്റെ കൂടെ നമ്മളെ ഈ ഡ്രില്ലിങ് മെഷീൻ ഹാൻഡ് ഡ്രില്ലറാണോ നല്ലത്, ഹാൻഡ് ഡ്രില്ലറാണോ നല്ലത്, ഇലക്ട്രിക് ഡ്രില്ലറാണോ നല്ലതെന്ന് ചോദിക്കുന്നത്. പേഴ്സണലി യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഹാൻഡ് ഡ്രില്ലർ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും വേർത്തായിട്ടുള്ള സാധനമാണ്, ഇത് നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ മറ്റേ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈ വെച്ച് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. കുറച്ച് മേന പിടിച്ച കാര്യമാണിത്. അതിൻ്റെ ഇടയിൽ കോൾ വന്നിട്ട് എനിക്ക്
ഇത് കട്ടായിപ്പോയി. ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു പാക്കറ്റിൽ വരും, അതുപോലെ ഇതും വരും. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് കാണിച്ചു തരുന്നതാണ് ഞാൻ. ഇലക്ട്രിക് ഡ്രില്ലറിൻ്റെത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്താക്ക് ഇത് വലുതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ ബിറ്റ്. ഇതിൽ 4 ബിറ്റ് വരുന്നുണ്ട്, 4 ബിറ്റ് വരുന്നുണ്ട്. എക്സ്റ്റൻഷനും വരുന്നത്. ഇത് മാറ്റിയിടാം നമുക്ക്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. വേഗമൊന്നും ആവില്ല, നമ്മൾ കുറേ സമയം ഇങ്ങനെ കൈവച്ച് ഇതുവരെ ഇത്രയേ ആയുള്ളൂ. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലോ, കുറച്ചേ ആയുള്ളൂ. കണ്ടോ? ഇങ്ങനത്തെ പല അപകടങ്ങളും ഇലക്ട്രിക് ഡ്രില്ലറിനോടുണ്ടാവും, ഹാൻഡ് ഡ്രില്ലറിനോടുണ്ടാവും കേട്ടോ. ചെറുങ്ങനെ മുറിഞ്ഞു. ഇത് മനഃപൂർവ്വം മുറിച്ചതൊന്നുമല്ല, കൈ തട്ടി അറിയാണ്ട് പോയതാണ്. ഇങ്ങനെയാണ് ഹാൻഡ് ഡ്രില്ലർ. കുറച്ച് മെനയാണ്, പക്ഷെ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ചൊന്ന് സമയം എടുത്ത് യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ഡ്രില്ലർ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വേഗം തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വേഗം ഞാൻ ഈ വീഡിയോൻ്റെ സൈഡിൽ അതിൻ്റെ വീഡിയോ കൊടുക്കാം, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനിപ്പോൾ മെഷീൻ ഓണാക്കി വയ്ക്കെല്ലാം കുറച്ച് മടി വരുന്നു. ഒന്നാമത് നമുക്ക് സുഖം ഉണ്ടായിട്ടില്ല, അതാണ് നിങ്ങൾക്ക് വീഡിയോ ഇത്ര ലേറ്റാക്കി തന്നത്. കുറേ ദിവസമായി ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറയുന്നല്ലാതെ വീഡിയോ ഇടേണ്ട ഒരു സമയം കിട്ടിയില്ല. ഇത് മനസ്സിലായല്ലോ ഹാൻഡ് ഡ്രില്ലർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. കുറേ കമൻറ്റ് വന്നുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്ത് കാണിച്ചത്. ഇതിലെന്തെല്ലാം ഇൻക്ലൂഡായിട്ട് വരുന്നതെന്ന് ചോദിക്കുന്ന ആളടുത്ത് ബിറ്റ്, അതുപോലെ ഇങ്ങനത്തെ ഒരു സാധനം ടൂൾസിൻ്റെ, പിന്നെ ഹാൻഡ് ഡ്രില്ലർ. ഇതിൽ കുറേ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് ഹാൻഡ് ഡ്രില്ലർ ഇലക്ട്രിക് ഡ്രില്ലറും അതുപോലെ തന്നെ മറ്റേന്താ ഈ സാൻഡ് മെഷീൻ ഇൻക്ലൂഡായി രണ്ടും ഒരുമിച്ച് വരുന്നുണ്ടല്ലോ. ഇതുവരെ എനിക്ക് ഞാനിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നാളായി, എനിക്ക് ഇതുവരെ രണ്ടും ഒരുമിച്ചുള്ള സെറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിന് കണക്ട് ചെയ്തിട്ട് നമ്മൾ സദാ ചാർജറിൻ്റെ എന്തെങ്കിലും കട്ട ഉണ്ടാവില്ലേ, സദാ ചാർജറിൻ്റെ ഇത് മതിയാവും, അതിൽ കുത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്യലാണ്. ഇത്രയും ഇതിൽ ഇൻക്ലൂഡായിട്ട് വരും. പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിലേക്ക് പ്രൈസും ഡീറ്റെയിൽസൊക്കെ നമ്മൾ അതിൽ പറയുന്നതാണ്. ഇതാണ് അതിൽ വരുന്നത്. പിന്നെ മെഷറിങ് കപ്പ് ഓർ വെയിങ് മെഷീൻ. നമുക്കിപ്പം വലിയ വർക്ക് ഉണ്ടെങ്കിൽ എല്ലാത്തിനും മെഷറിങ് കപ്പ് നമുക്ക് പോസിബിൾ അല്ല. വലിയ വർക്കിനൊക്കെ നമുക്ക് മെഷറിങ് കപ്പ് യൂസ്ഫുള്ളായിട്ട് വരില്ല. അപ്പം നമുക്ക് എപ്പോഴും നല്ലത് വെയിങ് മെഷീനാണ്. വെയിങ് മെഷീൻ ഇങ്ങനെ വരും, ഇതിൽ തന്നെ ബാറ്ററിയും വരും. വെയിങ് മെഷീൻ്റെ യൂസിങ് അറിയാത്തവരുണ്ടാവില്ലായിരിക്കണം. നോർമൽ വെയിങ് മെഷീൻ യൂസ് ചെയ്യുന്ന കണക്ക് തന്നെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് റെസിൻ ചെയ്യുന്ന സമയത്തും ആദ്യം ഗ്ലാസ് വെച്ചതിന് ശേഷം ഇത് ഓണാക്കാം. അപ്പം ഗ്ലാസിൻ്റെ വെയിറ്റ് -ആയി 0 ആയിട്ട് വരും. എന്നിട്ട് ഓണാക്കി ഗ്രാമിലേക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രാമിലേക്ക് ആക്കിയതിന് ശേഷം ഇത് വയ്ക്കും. മനസ്സിലായോ? പിന്നെ ഇത് നല്ല തന്നെയാണ്, പക്ഷേ വെയിങ് മെഷീൻ്റെ അത്ര നല്ലതല്ല. നമുക്ക് ചെറിയ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കോൺ കപ്പ് നല്ലതാണ്. ഇതിൽ ഇങ്ങനെ ഈ ഒരു സൈഡിലാണ് ഉണ്ടാക്കുക. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടോ, ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
അതുപോലെ ബബിൾ റിമൂവർ സ്പ്രേയും ബ്ലോ ടോർച്ചും. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരാൾക്കും ഓരോന്നായിരിക്കും നല്ലത്. അതും ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ബബിൾ റിമൂവർ സ്പ്രേ ഇല്ലെങ്കിൽ ബ്ലോ ടോർച്ച്. എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ എക്സ്പെൻസ് വേണമെങ്കിൽ ബബിൾ റിമൂവർ സ്പ്രേ ആണ് നല്ലത്. എക്സ്പെൻസ് കുഴപ്പമില്ലെന്നുള്ളവർക്ക് ബ്ലോ ടോർച്ചാണ് നല്ലത്. രണ്ടും യൂസിങ് കറക്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുവരെ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അത്ര വലിയ കാര്യമല്ല. ചിലക്ക് ഇതന്നെ വേണം, ചിലക്ക് ഇത് വേണ്ട. അത് ഓരോരാളെ പേഴ്സണലി യൂസ് ചെയ്യുന്ന പോലെയാണ്. പിന്നെ വരുന്നത് ഗ്ലൗസ് വരുന്നുണ്ട്. ഈ മോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കീ ചെയിനാണ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്നത്. ഈ കീ ചെയിൻ വേണ്ടാത്തവർക്ക് ഈ മോൾഡിൻ്റെ പകരം കാർ ഹാങ്ങിങ്ങിൻ്റെ മോൾഡും അതിൻ്റെ ഒരു സ്റ്റിക്കറും ടെസൽസും ഈ മോൾഡിന് പകരം നമ്മൾ വെച്ച് തരുന്നതാണ്. ഫുൾ സെറ്റ് വാങ്ങുന്നവർക്ക്, ഇല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ല ആൾക്കാർക്ക്. പിന്നെ 2 എണ്ണം സിലിക്കോൺ വരുന്നുണ്ട്. ഇതാവുമ്പോൾ ഇല്ലേ നമുക്ക് നല്ലതാണ്. തുടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കുറേ കാലം ഇത് പോവും. പിന്നെ 2 കീ ചെയിൻ്റെ സെറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പിഗ്മെൻ്റാണ്. പിഗ്മെൻറ്റ് മാറ്റി പൗഡർ പിഗ്മെൻറ്റ് വേണമെങ്കിൽ പിഗ്മെൻറ്റും തരും കേട്ടോ. ഇപ്പം ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിഗ്മെൻറ്റ് കാണിക്കുന്നതാണ്. പിന്നെ ആപ്രോൺ കുറേ ആൾ ഡൗട്ട് വെച്ചിന് എങ്ങനത്തെയാണ് എന്നുള്ളത്. ഞാൻ ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് കളയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് പിന്നെ എടുത്ത് വെച്ച് വീണ്ടും ഇത് ഉപയോഗിക്കാം. ഇത് മസ്റ്റായിട്ട് ഇടണം കേട്ടോ. നമ്മളെ ഡ്രസ്സിനെല്ലാം റെസിനായി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പണിയാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്കിത് യൂസ് ചെയ്യാം. ഇങ്ങനെ തലയിലിട്ടിട്ട് ബാക്കിൽ ഇങ്ങനെ കെട്ടാം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലേ ഒരു പ്രൊഫഷണായിട്ട് നമുക്ക് എന്താ പറയണ്ടത്, ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ നമ്മളെ റെസിനെ പറ്റി പല ആളും പല ഡൗട്ടും ചോദിക്കാറുണ്ട്. നിങ്ങൾ റെസിന് ബബിൾസ് ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. എനിക്ക് ഇതുവരെ ബബിൾസ് കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. എൻ്റെ മിക്സിങ് കണക്കെ ഇരിക്കും. ഏത് റെസിനായാലും ബബിൾസ് ഞാൻ നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബബിൾസ് ഉണ്ടാക്കില്ല. ഞാൻ വേഗം വർക്ക് ചെയ്യുന്നെങ്കിൽ നല്ല ബബിൾസ് ഉണ്ടാക്കുന്നുണ്ടോ. വലിയ ബബിൾസൊന്നുമില്ല നമ്മളെ റെസിനിൽ വരുന്നില്ല. നോർമൽ റെസിനാണ്. 24 മണിക്കൂർ കഴിഞ്ഞാൽ ഫുൾ സെറ്റാവും. ഞാൻ 24 മണിക്കൂറൊക്കെ രാത്രി വെച്ച് രാവിലത്തേക്ക് നല്ല സെറ്റ് ആവലുണ്ട്. 3:1 റെസിനാണ് വരുന്നത്. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് 3:1 ആണ്. 2:1 ഇല്ലാത്ത 2:1 യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ബിഗിനർ ആയതുകൊണ്ട് എപ്പോഴും നല്ലത് 3:1 റെസിനാണ്. 2:1 റെസിൻ വേഗം അട്ട പിടിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ടാബിളെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ അതിന് 3:1 റെസിനാണ് നല്ലത്. 2:1 റെസിനിൽ യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ യെല്ലോ കളർ വരുന്നുണ്ടെന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ വാങ്ങിയ ആളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ റെസിനല്ല, സ്വതവേ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ കളർ ഷെയ്ഡ് മായുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അറിയത്തില്ല, പേഴ്സണലി എനിക്കറിയില്ല. ഞാൻ ഇതുവരെ 2:1 യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് മെറ്റീരിയൽസിൽ പറയാനുള്ളത്. പിന്നെ ക്ലാസ്സിൽ പറയാനുള്ളത്, ക്ലാസ് ഓൺലൈനാണ്. റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ട്, പക്ഷേ അത് മിസ്യൂസ് ചെയ്യാത്താക്കേ ഞാൻ കൊടുക്കും. റെക്കോർഡിംഗ് ക്ലാസ് ഒരിക്കലും വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കത്തില്ല. അതുകൊണ്ട് മിസ്യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ക്ലാസ് വേഗം തന്നെ തുടങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനല്ല ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കൈമേൽ സാധനം എത്തിക്കണം. അപ്പം വേണ്ട ആൾ വേഗം തന്നെ ഓർഡർ കൺഫേം ചെയ്യുക. എന്നിട്ട് ഓർഡർ ചെയ്ത് സാധനം വേഗം തന്നെ എത്തിക്കുക. ഞാൻ വേഗം എത്തിച്ചു തരുന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ എന്നെ ഫോളോ ചെയ്യാത്ത ആൾ ഫോളോ ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു 200 സബ്സ്ക്രൈബറിൻ്റെ കുറവുണ്ട് 1000 ആവാൻ വേണ്ടിയിട്ട്. ലൈവായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് എന്തെന്ന് പറയേണ്ടത്, പിന്നെ ചെയ്യുമ്പോൾ അത് പറ്റാണ്ടാവുന്നു. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വേഗം തന്നെ വരാം. ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസ് വീഡിയോസായിട്ട് ഞാൻ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ടാറ്റാ ബൈ.